കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും മെൻ്റലി ആരും വലിയ ഹാപ്പി അല്ല. കുറേ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ന്യൂസ് മുമ്പിലായിരുന്നു, ഞാനടക്കം. അപ്പോൾ നമുക്കിതിലാകെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളതായ രീതിയിൽ ഇതിനെ നമ്മളെ സ്വയം സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കണ്ടെത്തലുകൾ എന്താണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയൊരു അവസ്ഥ വരുന്ന സമയത്തെങ്കിലും നമ്മളിതിന് ഇത്തരം സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടെറൈൻ ഞാൻ ഗൂഗിൾ വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഇമേജിൻ്റെ സഹായത്തോടു കൂടിയും സാറ്റലൈറ്റ് ടെറൈനും അതേപോലെ നമുക്ക് എത്ര വർഷം പിന്നോട്ട് ഒരു വേണമെങ്കിലും പോയിട്ട് ആ ഏരിയനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ലോറീൻ്റെ ഒരു സൈസും ഈ ഒരു മലേൻ്റെ സൈസും നോക്കുക. അതേപോലെ ഈ സൈഡത്തെ ഇവിടുത്തെ ഈ ഒരു ടെറൈൻ നോക്കുക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് ലോറി നിർത്തിയെന്ന് പറയുന്നത്. കറക്റ്റ് എക്സാക്ട്ലി അപ്പുറത്തുള്ള മരത്തിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബാക്കിലുള്ള സ്ഥലം കണ്ടില്ലേ, വളരെ കട്ടിയുള്ളൊരു ഒരു തരം മണ്ണാണിത്. അപ്പോൾ ഇതിൽ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പശപ്പശപ്പുള്ള ഒരു സൈസ് ഒരുമാതിരി മണ്ണായി മാറും, തീരെ ഗ്രിപ്പില്ലാതെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി സ്റ്റോൺസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ മഴവെള്ളം വന്ന് പെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ ഓൾറെഡി ഒരു വലിയ റോക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലോറിൻ്റെ തൊട്ട മുകളിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതേപോലെയുള്ള കല്ല് പ്രത്യേകിച്ച് പിടുത്തമില്ലാണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള മണ്ണ് ഇളകി വരികയും ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക് അതിൻ്റെ കൂടെ ആ കല്ലും കൂടി വന്ന് ഈ ലോറിയിലൊക്കെ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചില ചാനലിൽ ചില വീഡിയോസിലൊക്കെ കണ്ടു ആ ലോറിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി. ഇങ്ങനത്തെ കല്ലുകൾ, പിന്നെ ചിലർ പറയുന്ന പോലത്തെ ഇത്ര ടൺ ഉണ്ടെങ്കിലും അതിനെയും കാട്ടി ടണ്ണുള്ള അല്ലെങ്കിൽ അതിനെയും കാട്ടി ഫോഴ്സിലാണ് ഇത്രയും സ്റ്റോണും ഇതൊക്കെ വരുന്നത്. ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്തരം ഈ വണ്ടി പദവ ഇങ്ങോട്ട് ചെരിഞ്ഞ് വീഴുക ചെയ്യണേ അത് അത്രയും ആ കല്ലും ഇത്രയും ലോഡ് ഉള്ളതുകൊണ്ട് അവിടെ സ്റ്റെക്കായി അതിൻ്റെ മുകളിലൂടെ മണ്ണ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മണ്ണ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോൺസും വന്ന് അവിടെ നിന്ന് ഇടിച്ച് ജാമായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടി അത് കവർ ചെയ്ത് പോകും. ഇപ്പം നമ്മളിതിനെ നേരെ റേഡിയസിലേക്ക് കൺവേർട്ട്, അതായത് നമ്മൾ എർത്തിൻ്റെ മാപ്പിൽ റേഡിയസ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ 360 വ്യൂ. ഇത്രയും ഹൈറ്റുള്ള ഒരു കുന്നിൻ്റെ ഏറ്റവും താഴത്ത് കൂടി ഇത്രയും അശാസ്ത്രീയമായ റോഡ് ഉണ്ടാക്കിയത് തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇതേപോലത്തെ ഒരു സ്ഥലം ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് കാസർഗോഡ് കഴിഞ്ഞ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1 വർഷത്തോളം ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയിലൊക്കെ പങ്കെടുത്തതിനെ കൊണ്ടും എഡിറ്റ് ചെയ്തതിനെ കൊണ്ടും നമ്മൾ ഒരുപാട് ഇതിൻ്റെ കേസ് സ്റ്റഡീസൊക്കെ കണ്ടിട്ടുണ്ട്. ആ റോഡ് എപ്പോൾ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ ആരാണോ ഈ റോഡ് ഉണ്ടാക്കിയത്. സെയിം ഈ റോഡ് തന്നെയാണ്, NH66 തന്നെയാണ്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരമൊക്കെ എത്തുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ എവിടെ നമുക്ക് റോഡിൽ ഇത്ര വീതിയിൽ ഇതേപോലെ മണ്ണെടുത്ത് ഒരു സ്ഥലവും കൂടി കാണാം. അത് ഇനി അടുത്ത വീഡിയോയിൽ എനിക്ക് അതിൽ കൂടി തിരിച്ചു പോകുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അതും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിന് നമ്മളിവിടെ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 14 ഡിഗ്രി 36 മിനിറ്റ് 10.9 സെക്കൻഡ് നോർത്താണ്. അതേപോലെ ലോഞ്ചിറ്റ്യൂഡ്, നേരത്തെ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ 74 ഡിഗ്രി 22 മിനിറ്റ്സ് 17.3 സെക്കൻഡ്സ് ഈസ്റ്റ്. അതാണ് അതിൻ്റെ ഒരു റേഡിയസ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ടാണ് അവിടെ കണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആ ലോറീൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ പറ്റിയും ആ ഒരു അങ്ങനെയൊക്കെ മെറ്റൽ അത്രയും സ്ട്രോങ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഇത് വരുന്ന അത്രയും മാസ്സായിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ആ ലോറീൻ്റെ സ്പെക്കൊന്ന് നമുക്കതിൻ്റെ വോളിയം ആ ഏരിയനെ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ ChatGPT ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന ലോറീൻ്റെ 9892 മില്ലിമീറ്റർ, അതേപോലെ 11,992 മില്ലിമീറ്റർ, ഈ ഒരു റേഞ്ചാണ്. അതിൽ നമുക്ക് 11,992 ലോഡടക്കം അത്ര ലെങ്ത്ത് കൂട്ടാം. വിഡ്ത്ത് എന്ന് പറയുന്നത് 2,490 മില്ലിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 2,942 മില്ലിമീറ്റർ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഏരിയനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് സെൻറ്റിമീറ്ററിലേക്കാക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മീറ്ററിലേക്ക് മാറ്റാം. ഈ സമയത്ത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വോളിയത്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് വോളിയം കിട്ടി 87,056 മീറ്റർ ക്യൂബ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ കയ്യിലുള്ള ടെക്നോളജി എങ്ങനെ
ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി ഈ ഒരു ഏരിയ നമുക്ക് എത്ര ഏരിയകളാണ് മണ്ണ് വന്ന് വീണ് കിടക്കുന്നതെന്ന് കണ്ടറിയാം. അവിടെ ഒരു ഇലക്ട്രിക് ടവറാണ് കിടക്കുന്നത്, അതിൻ്റെ ഒരു സൈസ് കണ്ടില്ല. അപ്പോൾ ആ ടവറിന് മുകളിൽ തന്നെ മണ്ണ് വീണാൽ അത് കാണില്ല. പിന്നെ ഈ പുഴയിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ ഒരു കൂന പോലെ മണ്ണിൻ്റെ ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഏരിയ, ഏകദേശം 100 മീറ്റർ ആണ് ഹ്യൂജ് ഏരിയ ഉദ്ദേശിക്കുന്ന ലെങ്ത്തിലല്ല. അവിടെ വന്ന് വീണിട്ടുള്ള മണ്ണിൻ്റെ ആ ഒരു വോളിയം അല്ലെങ്കിൽ മണ്ണിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഏകദേശം 60,000 ടണ്ണോളമാണ് ചാനലുകളിലൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയില്ല, അതൊക്കെ ഏരിയ വെച്ച് മെഷർ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റും. വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു വെതറാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ റോഡ് പെട്ടെന്ന് അവിടെ ഫോം ചെയ്തത്. ഇത് 94 മുതലുള്ള കണ്ടോ, ടക്ക് നമ്മൾ റോഡ് വന്ന് 94 മുതലുള്ള സാറ്റലൈറ്റ് ഇമേജസാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെതറുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും എഡ്ജിൽ തൊട്ട് താഴെ പുഴയും വെച്ചിട്ട് ഒരു റോഡ് വളരെ അശാസ്ത്രീയമായതാണെന്ന് ആർക്ക് കണ്ടാലും അത് മനസ്സിലാവും. അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെന്നറിയില്ല, അന്നത്തെ സർവേയുടെ ഭാഗമായിട്ടോ അങ്ങനെ ഉണ്ടാക്കിയായിരിക്കാം. ഇതേ സമയത്ത് റെയിൽവേ ലൈൻ അതിൽ പോകുന്നുണ്ട്. ഈ ഒരു ടെറൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ തന്നെ ട്രെയിനിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ട്രെയിനെ കാണാം, പിന്നെ നിങ്ങൾക്ക് ട്രെയിനെ കാണില്ല, ഇടയ്ക്ക് ട്രെയിനെ കാണാം. കാരണം പകുതിയും ട്രെയിൻ പോകുന്നത് ഈ ടണൽസിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈ ഒരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ ഈ ഒരു ടെറൈൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കണ്ടു. ഇങ്ങനെ ഒരു വെള്ളവും കരയും കടലും ഒക്കെ കൂടി ഏകദേശം മിക്സായി കിടക്കുന്ന ഒരു പ്രത്യേകതരം ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ ഇത്രയും എഡ്ജിലൂടെ വന്ന് ഈ റോഡിനെ നേരെ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ അപ്പുറത്തേക്ക് ബ്രിഡ്ജ് ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇത്രയും ഒരു ക്ലിഫ് പോലത്തെ അത്രയും സൈഡിലൂടെ ഒരു റോഡ് നിർമ്മാണം അത് ഇനി അവർ വീതി കൂട്ടുകയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഈ പറയുന്ന 4 ലൈനൊക്കെ ഉള്ളൂ. ഇതിന് മുമ്പും അപ്പുറത്തു നിന്നൊക്കെ 4 ലൈനാണ് ആക്ച്വലി റോഡ്. പക്ഷേ ഇതിൻ്റെ ബാക്കോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ തിരിച്ച് സാറ്റലൈറ്റിൽ നമുക്ക് ഈ ടെറൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം. എന്നിട്ട് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ വഴി നമുക്ക് ഇതാണ് ആ പർട്ടിക്കുലർ ഏരിയ. സ്ട്രീറ്റ് വ്യൂ വഴി നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. ഇതിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്, ഇങ്ങനെയാണ് പോയത്. ഈ ഏരിയയിലാണ് പ്രശ്നങ്ങളൊക്കെ. നമ്മൾ കുറച്ച് ബാക്കോട്ട് പോവാം. കണ്ടോ ഇവിടുത്തെ റോഡിൻ്റെ വീതി നോക്ക്. ഇതാ സെയിം റോഡ്. അവിടെ ഒരു ബോർഡുണ്ട്, 4 മീറ്റർ ഉടനെ വരും, 4 വരി പാത മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് കാരണം റോഡ് 2 സൈഡായിട്ടാണ് വരുന്നത്. ഇത്രയും ഇങ്ങനെ വന്ന് ഇടുങ്ങി ഇവിടെ വന്ന് 4 വരി പാതയിലേക്ക് കയറുന്നു. അവിടെയാണ് ആകെ കുറച്ച് വീതിയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ വണ്ടി നിർത്തുന്നു, ചായ കുടിക്കാനും അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവിടെ ഒരു സ്പേസ് ഉള്ളത്. അതുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയത്. പക്ഷേ അവിടുത്തെ ആ മണ്ണിൻ്റെ ആ ഒരവസ്ഥ, ആ ലോറീൻ്റെ സൈസും ഇവിടെയുള്ള ആ മണ്ണ് എടുത്തിരിക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് കണ്ടറിയാം. ആ മണ്ണ് എടുത്തിരിക്കുന്ന രീതി, ഇത്രയും ഒരു ക്ലിഫ് ഒരു പുഴയോട് ചേർന്ന സ്ഥലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ കയറ്റി മണ്ണെടുക്കുമോ? അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് അതേപോലെ നമ്മൾ ഈ പറയുന്ന കാർവാർ നേവൽ ബേസും ഇതും തമ്മിലൊരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് നമ്മുടെ കർണാടക ശരിക്കും ഞെട്ടിക്കുന്നത്. വെറും 1 മണിക്കൂർ ജേണി, 54 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു നേവൽ ബേസും ഈ ഒരു സ്ഥലവും തമ്മിൽ. അല്ലെങ്കിൽ ഒരു ആർമീൻ്റെ ഒരു ക്രൂവിനെ അവിടെ ലാൻഡ് ചെയ്യണമെങ്കിലോ അതിനൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ അത്രയും നിയർ ബൈ ഉണ്ടായിട്ടും അതൊന്നും സ്റ്റേറ്റ് യൂട്ടിലൈസ് ചെയ്തില്ല. ഈ ഒരു ഏരിയ നമുക്ക് ഇതിൻ്റെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് വന്നിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ ഇതിനെ ഒറ്റയടിക്ക് ജസ്റ്റ് അവിടെ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഈ കർണാടക ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ അടിയിൽ ആരുമില്ല, കാരണം ഇത് ക്ലീൻഡാണ്, ഇവിടെ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസം ഒരു പുഴയിൽ പിന്നെ എന്താ നോക്കിയത്? അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. അവർ പറഞ്ഞത് ഇത് 5200 മീറ്റർ സ്ക്വയറാണ് ഏകദേശം ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന വൈറ്റ് സ്പോട്ട് പോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ലോറി. വേറെ വലിയ വണ്ടിയല്ല, ലോറിയൊക്കെയാണ് കാണുന്നത്. ചെറുതായിട്ട് അവിടെ കാണാം. ഒരു കാറിൻ്റെ തൊട്ടപ്പുറത്ത്, ആ വൈറ്റ് കാറിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഒരു ലോറീൻ്റെ വലിപ്പം. ഇനി ആ ലോറീനെയും കൂടി നമുക്കൊന്ന് ഇതിനുള്ളിൽ മാറും. ലോറി ഏകദേശം ഇത് ലോറിയാണ്. അവിടെ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ്റെ വണ്ടി കിടന്നിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ സ്പോട്ടിന് കറക്റ്റ് ലോറീൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്തിടാം. ഇതൊരു കാറ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കാണുന്ന ഇത് അശോക് ലെയ്ലാൻഡാണ്, ഭാരത് ബെൻസ് അല്ല. പക്ഷേ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഇതാണ് ആ മൊത്തം ഏരിയ. അതിൽ കാണുന്ന ആ ചെറിയ ഒരു സ്പോട്ട്, റെഡ് കളർ കാണുന്ന ഇത്രയും ഏരിയയിൽ കാണുന്ന ആ ചെറിയൊരു സ്പോട്ടിനാണ്
നമ്മൾ തപ്പുന്നത്. അതിൽ ആണ് നമ്മൾ 99% മണ്ണ് മാറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി ഇതാണ് ആ ലോറി. ഭാരത് ബെൻസിൻ്റെ 3523R TS6ൻ്റെ 8x2N3 എന്ന് പറയുന്ന വേർഷനാണിത്. ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് സ്ട്രക്ചറൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ ലോറീൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏരിയയിൽ ഇവിടെ കാണുന്ന ഒരു ടോറസിൻ്റെ ഒക്കെ വലിപ്പം കണ്ടാൽ അറിയാം ആ ക്ലിഫിൻ്റെ ഉയരവും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പിന്നെ രാവിലെ ന്യൂസിൽ 24ൻ്റെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ മീഡിയ ഒന്നും അവിടെ ഇല്ല. ഇവിടുത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ എനിക്ക് തോന്നുന്നു അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് മംഗലാപുരത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മംഗലാപുരത്താണ്, ഇവിടുന്ന് തൊട്ടിപ്പുറത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇവിടെയുള്ള ആരും അതൊന്നും ബോധേഡല്ല. NDRF ഉണ്ടാവും, അങ്ങനത്തെ എല്ലാ 2-3 സേനകൾ, ഫയർഫോഴ്സിൻ്റെ ഒരു 10-15 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കി ഇതെന്ത് സംഭവം എന്നില്ല, അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല ആരെയും. പക്ഷേ കാണാൻ ചുറ്റും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ സഹായിക്കാനൊന്നും അങ്ങനത്തെ ഒരു ഇതും ആരും അതൊന്നും ബോധേഡല്ല. ആൾക്കാർ ജസ്റ്റ് പോകുന്ന അവിടെ മണ്ണിടിഞ്ഞോ കുറേ പേരോട്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ മാത്രമല്ല, ഇവിടെ തന്നെ മൂന്ന് ആളുകളുണ്ട്. ആ ചായക്കടയിൽ ഒരു 12 പേരുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം കന്നഡികർ ഇവിടെ മണ്ണിനടിയിൽ പ്രാദേശികമായി പാവങ്ങൾ കിടക്കുമ്പോഴും ഒരൊറ്റ കന്നഡ ചാനൽ പോലും ഇവിടെയൊന്നും ഈ വാർത്ത ഒന്നും കൊടുക്കാനില്ല. എസ് നമ്മൾ മലയാളം ചാനൽ ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂടപ്പുറപ്പിന്റെ ജീവൻ തിരഞ്ഞുകൊണ്ട്. ഇത്ര കാര്യമില്ല, നമ്മൾ നമ്മുടെ കാര്യം കറക്റ്റ് നോക്കുക. നമ്മുടേതായ സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ ടെക്നോളജിയും നമ്മുടെ ഫോഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ കാര്യം ക്ലിയർ ചെയ്യാന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.